നമ്മളാണോ അതെയോ അമേരിക്കയാണോ ഇന്ത്യക്കാരൻ എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? ഇതിൽ ഭയത്തിന്റെ എലമെന്റും ഉണ്ട്. യഥാർത്ഥത്തില് എപ്സ്റ്റൈൻ ഫയൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇസ്രായേലിലേക്ക് മോഡിയെ വിട്ടു തന്നെ എപ്സ്റ്റൈനും ട്രംപും കൂടി ചേർന്നാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. അവിടെ പോയിട്ട് എപ്സ്റ്റൈന്റെയും ട്രംപിന്റെയും താളത്തിനൊത്ത് മോഡി നൃത്തം ചെയ്തിട്ട് ട്രംപിന് ഹിതകരമായ പല കാര്യങ്ങളും സാധിച്ചാണ് തിരിച്ചു വന്നതെന്നുള്ള വിവരങ്ങളുണ്ട്. ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അല്ല, പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ സറണ്ടർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. നമ്മുടെ മാധ്യമ പ്രവർത്തകരെ വിട്ടേക്കും, നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെയോ ഇവർ ഈ ഗോദി മീഡിയ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അങ്ങ് വിട്ടേക്കും. പകരം നമ്മൾ ഈ അമേരിക്കയിൽ തന്നെയുള്ള അല്ലെങ്കിൽ യൂറോപ്പിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നോക്കുക. ഇപ്പോൾ ഈ ഒരു ഡീലിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നത് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് വിൻ ഫോർ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത് ഗുണമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന രീതിയിലാണ് ഇവരെല്ലാവരും. ഇവരൊന്നും തന്നെ പൊതുവേ ഇന്ത്യയോട് വലിയ സ്നേഹമുള്ള മാധ്യമ സ്ഥാപനങ്ങളല്ല എന്ന് നമുക്കറിയാം. പിന്നീട് വളരെ വലിയ ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള റോയിറ്റേഴ്സിനെ പോലെ, BBC പോലെ, ബ്ലൂംബെർഗ് ഇവരെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ചും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുണ്ടായിരുന്ന കരാർ ഒരുപക്ഷെ ട്രംപിന്റെ ഈ 50% എന്ന് പറയുന്ന അഗ്രസീവ് താരിഫിനെ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലത്തേക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഇന്ത്യക്കുള്ള ഒരു ഓവർ റിലയൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഒരു കരാർ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അഡ്വാൻറ്റേജ് ഇന്ത്യ എന്ന രീതിയിലത്തേക്കാണ് അവർ പറയുന്നത്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് 99% ഐറ്റംസിന് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡിൽ നിയർ സീറോ താരിഫ് ആണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു കമ്പൽഷനും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഇതേ മാധ്യമങ്ങളാണ്. അതല്ല ഉദ്ദേശം, അതേപോലെ തന്നെ പല തിങ്ക് ടാങ്കുകളുണ്ട്. ഇപ്പോൾ അറ്റ്ലാന്റിക് കൗൺസിലിനെ പോലെയുള്ള തിങ്ക് ടാങ്കുകളുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള FTA സാധ്യമായതോടുകൂടി ഇറ്റ് ലിറ്റ് എ ഫയർ അണ്ടർ ദി എഫേർട്സ് ടു കൺക്ലൂഡ് ദി ഇന്ത്യ-US ട്രേഡ് ഡീൽ എന്നാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് മറ്റേതിന് മൂട്ടിലൊരു തീ കൊളുത്തി പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധം അമേരിക്കയ്ക്കുണ്ടായി എന്നാണ്. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഇത് ഈ ഒരു പുതിയ ഡീല് വന്നതോടുകൂടി, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഡീല് വന്നതോടുകൂടി ട്രംപിന് ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ മോദിയുമായിട്ടുള്ള ഡിഫറൻസസ് എല്ലാം തന്നെ പെട്ടെന്ന് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അർജൻസി ഉണ്ടായി. ഇന്ത്യക്ക് സിമിലർ അർജൻസി ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ എത്ര തവണ പറഞ്ഞു? അദ്ദേഹം 30-35 തവണ ലോകത്ത് പലയിടത്ത് പോയി പറഞ്ഞു. ഇന്ത്യ അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അടക്കം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് പാകിസ്ഥാൻ കൗണ്ടർ പാർട്ടുകൾ തന്നെ അത് സ്ഥിരീകരിച്ചില്ലേ? അവർ തന്നെ കൊടുത്തിരുന്ന അഭിമുഖങ്ങളിൽ അത് പറഞ്ഞില്ലേ? അപ്പോൾ ട്രംപ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു ബിസിനസ്മാനെ പോലെ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നു. ഞാൻ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസി അനുസരിച്ചിട്ട് പുള്ളി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു. Ha 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 ha!